ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ AD Tech. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഫോൺ റിവ്യൂ ആയിട്ടാണ് വന്നേക്കുന്നത്. ആൻഡ് ഈ ഫോൺ എൻ്റെ പഴയ ഫോണാണ്. ഇതെന്നൊക്കെയാണ് ആദ്യമായിട്ട് തുടക്കവും കാര്യങ്ങളൊക്കെ എൻ്റെ ചാനലിന് വേണ്ടിയിട്ട് കടന്ന ഫോൺ. ആൻഡ് ഞാൻ അതിലൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ക്ലാരിറ്റി ഇല്ലാത്ത കാരണം ഞാൻ വേണ്ടെന്ന് വിചാരിച്ചിട്ട് പുതിയൊരു ഫോൺ വാങ്ങിയപ്പോഴാണ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ നമുക്ക് നേരെ റിവ്യൂയിലോട്ട് കിടക്കാം, അധികം വൈകാതെ തന്നെ. സോ ഇതാട്ടോ ഫോൺ. ഇതാണ് ഹുവായുടെ Y6 2019. ആൻഡ് ഈ ഫോണിൻ്റെ കാര്യങ്ങളെന്ന് വെച്ചാൽ ക്യാമറാസൊക്കെ വളരെ മോശമാണ്. ആൻഡ് എല്ലാ കാര്യങ്ങളും മിക്ക കാര്യങ്ങളും നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ മോശമായിരുന്നു, അന്നായാലും ഇന്നായാലും. ആൻഡ് നമുക്ക് ക്യാമറയിലോട്ട് തന്നെ ആദ്യം തന്നെ കിടക്കാം. 13 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ്. ആകെ ഒറ്റൊരു ക്യാമറ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഫ്രണ്ട് ക്യാമറ എന്ന് വെച്ചാൽ 8 മെഗാ പിക്സലാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. ആൻഡ് ഇതിൻ്റെ വീഡിയോ റെക്കോർഡിംഗ് എന്ന് വെച്ചാൽ 1080p 30 FPS വീഡിയോ റെക്കോർഡിംഗ് ആണ് അവൈലബിൾ. പിന്നെ റിയർ മൗണ്ടഡ് ഫിംഗർ പ്രിൻ്റാണ്, അത് വെച്ചാൽ ബാക്ക് സൈഡിൽ കൊടുത്തേക്കുന്നത്. പിന്നെ 6.9 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ്, 60 Hz റിഫ്രഷ് റേറ്റ്. പിന്നെ എന്തിനാ വേറെ കാര്യങ്ങളെന്ന് വെച്ചാൽ പ്രൈസ് എന്ന് വെച്ചാൽ 9580 റുപ്പീസ് ആയിരുന്നു നാട്ടിൽ അന്ന് വാങ്ങുമ്പോഴായാലും ഇന്ന് വാങ്ങുമ്പോഴായാലും. ആൻഡ് ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഒരു ചെറിയൊരു മൈക്കിൻ്റെ ഇത് മാതിരിയില്ല, അത് വെച്ചാൽ മൈക്കെന്ന് പറയാൻ വേണമെങ്കിൽ അതിൽ ചില നേരത്തെ റെക്കോർഡാകും, അല്ലെങ്കിൽ അടിയിൽ നിന്നായിരിക്കും റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ സ്ഥലത്ത് ഇങ്ങനെ ചാർജ് കഴിഞ്ഞാൽ റെഡ് ലൈറ്റ്, ചാർജ് കൂടുതലുണ്ട് വെച്ചിങ്ങനെ ഗ്രീൻ ലൈറ്റ്. ഇനി ചാർജ് കൂടുതലല്ല എന്നാൽ ലോ അല്ല മിഡിലായിട്ടാണ് നിൽക്കുന്നത് വെച്ചിങ്ങനെ ഇതൊരു യെല്ലോ കളർ ലൈറ്റ് ആയിരിക്കും കത്തുണ്ടാവുക. സോ അത് മിക്ക ഫോണിലുണ്ടായിരുന്നു. സാംസങ്ങിൻ്റെ ഗാലക്സി S5 ഉണ്ടായിരുന്നു അത്. സോ അത് അത്ര ഞെട്ടിക്കലല്ലായിരുന്നു. പക്ഷേ ഇതിൻ്റെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഫ്ലാഷ് ലൈറ്റാണ്. അത് വെച്ചാൽ ഫ്രണ്ട് ക്യാമറയിൽ സെൽഫി എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ അപ്പോഴത്തെ ഫോണിലൊക്കെ അങ്ങനെ വൈറ്റ് കളറിലൊക്കെ വരിക, അത് വെച്ച് ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ ഒരു 5 മിനിറ്റത്തേക്ക് വൈറ്റ് കളറായിട്ട് അങ്ങനെയല്ലേ. പക്ഷേ ഇതിൽ അങ്ങനെയല്ലായിരുന്നു. ഇതിൽ വൈറ്റ് കളർ അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് വന്നെങ്കിലും ഇവിടെ ചെറുതായിട്ടൊരു ഫ്ലാഷ് ലൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഫോണിൻ്റെ ക്യാമറയുടെ ഇവിടെ സൈഡിൽ ഇങ്ങനത്തെ ആക്ഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് ഫ്ലാഷ് ലൈറ്റ്, കാൽക്കുലേറ്റർ, പിന്നെ എനിക്ക് തോന്നുന്നു വോയിസ് റെക്കോർഡറും പിന്നെ ടൈമറും ആണ്. ക്യാമറ ആഡ് ചെയ്യായിരുന്നു, പക്ഷേ ഞാനൊന്നും ചെയ്തില്ല. പിന്നെ പാസ്വേഡ് ആയാലും മറന്നുപോയി. അതൊക്കെ ആയത് എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ക്യാമറ അത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹെഡ്ഫോൺ ജാക്ക് വരുന്ന 3.5mm ആണ് കേട്ടോ. ആൻഡ് ഇത് USB-B ടൈപ്പാണ്, അത് വെച്ചാൽ പണ്ട് കാലത്തെ ചാർജിങ് ടൈപ്പാണ് കൊടുത്തേക്കുന്നത്. ആൻഡ് ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ കാര്യങ്ങൾ. ഞാൻ പ്രോസസ്സർ പറയാൻ വിട്ടുപോയി. പ്രോസസ്സർ എന്ന് വെച്ചാൽ മീഡിയടെക്കിൻ്റെ ഡിമെൻസിറ്റിയുടെ A22 ഹെലിയോ A22 ആണ് കൊടുത്തേക്കുന്നത്. ആൻഡ് ഇത് 2GB RAM 32GB സ്റ്റോറേജിലാണ് ഇത് വിറ്റേക്കുന്നത്. സോ ഇതിൽ 3 കളേഴ്സ് ഉണ്ട്, മിഡ് നൈറ്റ് ബ്ലാക്ക്, പിന്നെ ലൈറ്റ് ഗ്രീൻ എന്ന് പറഞ്ഞൊരു കളറും, പിന്നെ യെല്ലോയിഷ് ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറിലാണ് ഇത് ഇറക്കിയിട്ടുള്ളത്. 3 കളർ ഇറക്കിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഈ ഫോൺ അന്നായാലും ഇന്നായാലും ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഞാൻ ഈ ഫോൺ ഉപയോഗിച്ചിരിക്കുന്നത് 2 വർഷത്തേക്കായിരുന്നു. അച്ഛനത് ഉപയോഗിച്ചിരിക്കുന്നത് 4 കൊല്ലത്തേക്ക്. അത് വെച്ചാൽ മൊത്തം കൂട്ടി വെക്കുമ്പോൾ 6 കൊല്ലമായി ഈ ഫോൺ. എനിക്ക് തോന്നുന്നു എൻ്റെ കയ്യിലിരിക്കുന്ന ഏറ്റവും ലോങ് വർഷം ഏറ്റവും ഓടിയേക്കുന്ന ഫോൺ ഇതാണ്. ആൻഡ് ഇത് മാറ്റാൻ കാരണം എന്ന് വെച്ചാൽ ഒന്ന് ഈ ലാഗിൻ്റെ പ്രശ്നങ്ങളായിട്ടും, പിന്നെ ഇവിടെ ചെറുതായി ക്രാക്കായിട്ട് സ്ക്രീൻ, പിന്നെ അതുകൊണ്ടായിരുന്നു. ആൻഡ് ഇതൊക്കെ ആയിട്ടാണ് ഞാൻ മാറ്റിയത്. പിന്നെ പോരാത്തിന് 32GB ആയതുകൊണ്ട് അത്ര അധികം ഫോട്ടോസൊക്കെ എടുത്താലും അങ്ങനെ ഒന്നും നിൽക്കുന്നില്ല, പെട്ടെന്ന് ഡിലീറ്റ് ചെയ്തൊക്കെ കളയണം. പിന്നെ ഗെയിമൊക്കെ കളിക്കാനും ഒരു രസമില്ല, അത് വെച്ചാൽ നല്ല സ്റ്റക്കായിട്ടാണ്. ഞാൻ അതിൽ ഗെയിം ഒക്കെ ആദ്യം കളിച്ചിരുന്നു FC മൊബൈലൊക്കെ ആയിരുന്നു, അതുകൊണ്ട് ചെറുതായി ഹീറ്റൊക്കെ ചെയ്യണ്ടായിരുന്നു. അത് വെച്ചാൽ ഹൈ പവറിൻ്റെ ഗെയിമല്ലേ, അത് വെച്ചാൽ അങ്ങനെ തോനെ സ്റ്റോറേജ് ആയിരിക്കും വേണം. പിന്നെ അതിന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് തോനെ ഇത്തിരി എക്സ്ട്രാ സ്പേസും കൂടി വേണമായിരുന്നു FC മൊബൈലിലൊക്കെ. അതുകൊണ്ട് അങ്ങനെ സ്റ്റോറേജിൻ്റെ ഇഷ്യൂ ഒക്കെ ആയിട്ട് ഗെയിമൊന്നും അത്ര പെട്ടെന്നൊന്നും കളിക്കാൻ പറ്റിയിരുന്നില്ല. ഇതിൽ ഗെയിമൊക്കെ സ്ലോ ആയിട്ടും പിന്നെ സ്റ്റക്കായിട്ടും ലാഗായിട്ടും, പിന്നെ എനിക്ക് തോന്നുന്നു അന്നൊക്കെ കളിക്കുമ്പോൾ 10 FPS വെച്ചിട്ടാണ് ഞാൻ അത് കളിച്ചേക്കുന്നത്, 10 FPS. അപ്പോൾ അതൊക്കെ ഒരു കാലമായിരുന്നു. പക്ഷേ ഇപ്പോൾ
എൻ്റെ സാംസങ്ങിൻ്റെ A16 ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്. ആൻഡ് ഇതിലിപ്പോൾ എനിക്കൊരു പ്രശ്നമില്ല. സോ മാറിയതുകൊണ്ട് ഇപ്പം എനിക്ക് ഇത് ഉപയോഗിക്കാൻ തന്നിട്ടുണ്ട് വെച്ചിങ്ങനെ ഞാൻ എനിക്ക് ചിലപ്പോൾ ദേഷ്യമൊക്കെ വരും. എന്താണെന്ന് വെച്ചാൽ നല്ല സ്റ്റക്കായ കാരണം എനിക്ക് എൻ്റെ ഡെയിലി കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിരിക്കില്ല ഈ ഫോണിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ കാര്യങ്ങൾ. ഞാൻ എല്ലാതും പറഞ്ഞു തീർന്നു. സോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.